പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം നിങ്ങളാരും ഞങ്ങളെ ഗുരുവിനെ പഠിപ്പിക്കേണ്ടതില്ല. അത് പഠിച്ചു വന്ന് നിങ്ങളുടെ മർക്കസിൽ തന്നെയാണ് ഞങ്ങളുടെ ഗുരു ഏറ്റവും വലിയ ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തി വലിയ മുദർരിസായി സേവനം ചെയ്തു എന്ന് മാത്രമല്ല, ഈ കോഴിക്കോട്ടെ സ്വപ്നനഗരയിൽ തിരുകേശവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ മജ്ലിസ് നടന്നപ്പോ ആ മജ്ലിസിന്റെ പ്രാർത്ഥനക്ക് ദുആക്ക് ഇവിടെ നേതൃത്വം നൽകിയത് അന്ന് തന്നെ ഞങ്ങളുടെ മഹാനരായ ഗുരുവായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആ സ്റ്റേജിലില്ലായിരുന്നു, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇല്ലായിരുന്നു, അബ്ദുൽ ഹക്കീം അസ്ഹരി ഇല്ലായിരുന്നു. ഈ പറഞ്ഞ നേതാക്കളെ ഒക്കെ ഇരുത്തിയിട്ട് അന്ന് നേതൃത്വം നൽകിയ ഗുരുവിന്റെ പേരല്ലേ കുരുവട്ടൂർ ശൈഖ് അവറുകൾ എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയില്ലേ ഗുരുവിന്റെ പാണ്ഡിത്യം? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ ഗുരു വായിച്ചു തരുന്ന തുറന്നു തരുന്ന ഒരു കിതാബ് എടുത്ത് അർത്ഥം വെക്കാൻ പോയിട്ട് ഇഅ്റാബ് ഒപ്പിച്ചൊന്ന് വായിച്ചു തരാൻ പറ്റിയ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? ആർക്കാ നിങ്ങൾ മതം പഠിപ്പിക്കുന്നത്? മതത്തിന്റെ ബസറയിലേക്ക് ഈത്തപ്പഴം കയറ്റുകയാണ്. ഞങ്ങളുടെ നിയമത്തിന്റെ വ്യക്തമായ രീതി ഇസ്ലാമിക ഫിഖ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇസ്ലാമിക ഫിഖ് കാരന്തൂരിൽ നിന്ന് ആരും പുതുതായി ഉണ്ടാക്കേണ്ടതില്ല. ഇസ്ലാമിക കർമ്മശാസ്ത്രം ആരും കുറ്റ്യാടിയിൽ നിന്ന് കടമെടുക്കേണ്ടതില്ല. ഇസ്ലാമിക കർമ്മശാസ്ത്രം ഒരു പൊന്മളക്കാരനും പറയേണ്ടതില്ല. അത് പറഞ്ഞിട്ടുണ്ട് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി, അത് പറഞ്ഞിട്ടുണ്ട് ഇമാമുൻ നവവി, അത് പറഞ്ഞിട്ടുണ്ട് സക്കരിയ അൽ അൻസാരി. പഴയ കാലത്തെ പണ്ഡിത പ്രഭുക്കൾ സ്ത്രീകൾ എങ്ങനെ നടക്കണമെന്ന കൃത്യമായ വിവരണം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്.